So photosynthesis, right? Did you go through what we have taken yesterday? Yes. Okay. So yesterday we were discussing photosynthesis, the food production, the ultimate source of energy, right? I mean, sunlight. The green plants are going to absorb this sunlight, light energy, with the help of the pigments, chlorophyll A, and some accessory pigments. And we saw that these pigments are arranged into some photosystems. Photosystems ആയിട്ടാണ് കാണുന്നത്, photosystem 1 and 2. എന്തായിരുന്നു പിന്നെ ഈ ലൈറ്റ് റിയാക്ഷൻ ആണ്, ഈ ലൈറ്റ് അബ്സോർബ് ചെയ്ത് ATP അതുപോലെ തന്നെ NADPH എന്ന് പറയുന്ന രണ്ട് ഇന്റർമീഡിയറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. ലൈറ്റ് റിയാക്ഷനിൽ വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്, ഓക്സിജൻ റിലീസ് നടക്കുന്നുണ്ട്. സൈക്ലിക് ആയിട്ടും നോൺ സൈക്ലിക് ആയിട്ടും നമ്മൾ പറഞ്ഞു. നോൺ സൈക്ലിക് ആണ് നമ്മൾ ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടത്, അല്ലേ? ശരിയല്ലേ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇവൻ ഇലക്ട്രോൺസ് ആർ എന്താണ് ട്രാൻസ്ഫർ ആകുമ്പോൾ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോം ചെയ്യുന്നുണ്ട് across the thylakoid membrane, and this proton gradient will be broken with the help of an enzyme complex called ATP synthase. F0F1 particle ഉള്ളത് ATP ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ATP ല്യൂമനിൽ നിന്ന് സ്ട്രോമയിലോട്ട് പോകുമ്പോൾ എന്താണ് ATP ഫോം ചെയ്യണു എന്ന് പറഞ്ഞു, റൈറ്റ്? അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഫേസിലോട്ട് കടന്നു, ദാറ്റ് ഇസ് ഡാർക്ക് റിയാക്ഷൻ. Dark reaction, nothing but the biosynthetic phase, the actual phase where the carbohydrates are going to get produced. Okay, ഇവിടെയാണ് എന്താണ് പ്രൊഡക്ഷൻ നടക്കാൻ പോകുന്നത്, റിയൽ ആയിട്ടുള്ളത്. അതാണ് സിന്തറ്റിക് ഫേസ് എന്ന് പറയുന്നത്. പിന്നെ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യലോ ലൈറ്റിനെ ഡയറക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതോ ഇല്ല. അതുകൊണ്ട് അതിനെ വേണമെങ്കിൽ നമുക്കൊരു എന്താണ് ഡാർക്ക് റിയാക്ഷൻ എന്ന് വിളിക്കാം. ലൈറ്റ് റിയാക്ഷന്റെ പ്രൊഡക്ട്സ് ഇവിടെ ആവശ്യമാണ്. ലൈറ്റ് റിയാക്ഷന്റെ പ്രൊഡക്ട്സ് ആണ് ATPയും NADPHും. ഇവർ രണ്ടുപേരും ഈ ഫേസിലോട്ട് ആവശ്യമാണ്. ഓക്കെ, ഇനി മെയിൻ ബയോസിന്തറ്റിക് ഫേസ് എന്ന് പറയുന്ന സൈക്കിള് അല്ലെങ്കിൽ ആ ബയോസിന്തറ്റിക് ഫേസ്, ആ റിയാക്ഷൻസ്, ആ പാത്വേ ഒരു സൈക്ലിക് മാനറിലാണ് നടക്കുന്നത്. ആൻഡ് അതിനെ പറയുന്ന പേരാണ് കാൽവിൻ സൈക്കിൾ ഓർ C3 സൈക്കിൾ എന്ന് പറയും. സയന്റിസ്റ്റിന്റെ പേര് വെച്ചിട്ടാണ് കാൽവിൻ എന്നും. ദ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്, ആൻഡ് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് C3 സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഇതെല്ലാ ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സിലും കാണുന്നുണ്ട്. 3 സ്റ്റെപ്പ് ആണ് ഇതിലുള്ളത്: കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. നമ്മൾ കണ്ടു. ഇനി എന്തായിരുന്നു, എത്ര ATP വെച്ച് വേണമെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഞാനിപ്പോ പറഞ്ഞ ഈ C3 സൈക്കിള് മെയിൻ അല്ലെങ്കിൽ ഫസ്റ്റ് പാത്വേ ബയോസിന്തറ്റിക് ഫേസില് ആദ്യത്തെ അല്ലെങ്കിൽ നടക്കുന്ന കാര്യം ഈ C3 സൈക്കിൾ ആണെങ്കിൽ അങ്ങനത്തെ പ്ലാന്റ്സിന് C3 പ്ലാന്റ്സ് എന്ന് പറയും. C3 പ്ലാന്റ്സ്, രണ്ട് തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സും. C3 പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിപ്പോ ഈ പറഞ്ഞ സൈക്കിൾ ആണ് അവരുടെ കയ്യിലുള്ളത്. അല്ലാതെ അവർക്ക് വേറെ ആക്സസറി അല്ലെങ്കിൽ അഡീഷണൽ പാത്വേസോ ഒന്നുമില്ല. ഐ മീൻ ഈ ഷുഗർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ദിസ് ഇസ് ദി പാത്വേ ദാറ്റ് ദേ പെർഫോം for the production of the carbohydrate. Clear ആണോ? ഇനി ഡ്രൈ ട്രോപ്പിക്കൽ റീജിയൻസിൽ നിൽക്കുന്ന വേറെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ഡ്രൈ ഏരിയാസിൽ നിൽക്കുന്ന ഹൈ ടെമ്പറേച്ചർ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ, അവര് C4 പ്ലാന്റ്സ് എന്ന് പറയും. C4 പ്ലാന്റ്സ് എന്ന് പറയും അവര്. കാരണം C3 സൈക്കിൾ അവരിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ട്. അവരുടെ മെയിൻ ബയോസിന്തറ്റിക് പാത്വേ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും C3 സൈക്കിൾ തന്നെയാണ്. പക്ഷേ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുക, അത് C3 സൈക്കിൾ വഴിയല്ല ചെയ്യുന്നത്. ദേ ഹാവ് അനദർ സൈക്കിൾ ഫോർ ദാറ്റ്. മനസ്സിലായോ? C3 പ്ലാന്റ്സ് നമ്മൾ ഈ കണ്ട് സൈക്കിൾസ് തന്നെയാണ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, RUBP ആണ് അതിനെ എടുക്കുന്നത്. ആ സ്റ്റെപ്പിനെ കാർബോക്സിലേഷൻ എന്ന് പറയും. ഫോസ്ഫോഗ്ലിസറേറ്റ് ആണ് ഉണ്ടാകുന്നത് ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട്. അതൊരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്, അതിനെ 3 എന്ന് പറയും. ഇതൊക്കെ നടക്കുന്നത് ഈ പറയുന്ന പ്ലാന്റിന്റെ മീസോഫിൽ സെൽസിലാണ് ഇതെല്ലാം നടക്കുന്നത്. എന്നാൽ വേറെ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, അവരെ വിളിക്കുന്ന പേര് നമ്മൾ പറയുന്നത് ദേ ആർ അഡാപ്റ്റഡ് ടു ഡ്രൈ ട്രോപ്പിക്കൽ റീജിയൻസ്. അവര് ഡ്രൈ ട്രോപ്പിക്കൽ റീജിയൻസിനോട് അഡാപ്റ്റഡ് ആണ്. അവർക്ക് വേറൊരു പാത്വേ ഉണ്ട്, അതിനെ C4 പാത്വേ എന്ന് പറയും. C4 എന്ന് പറയാൻ കാരണം ഫസ്റ്റ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ഓക്സാലോ അസറ്റിക് ആസിഡ്. ഓക്സാലോ അസറ്റിക് ആസിഡ് OAA എന്ന് പറയും. അപ്പൊ ഒബ്വിയസ്ലി ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ട് മാറൂലോ. മറ്റേടത്ത് RUBP ആയിരുന്നു, ഇവിടെ ഇപ്പൊ RUBP അല്ല,
പകരം the first carbon dioxide acceptor is going to be a 3-carbon compound phosphoenol pyruvate PEP. Phosphoenol pyruvate. So obviously enzyme ന്റെ പേര് മാറും. enzyme ന്റെ പേര് എന്തായി? പെപ്പിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കുന്ന ആളായി. പെപ്പ് കാർബോക്സിലേസ് ആയി. പെപ്പ് എന്ന് പറയുന്ന മോളിക്യൂളിലോട്ടിക് കെമിക്കലിലോട്ടിക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യുന്ന എൻസൈം പെപ്പ് കാർബോക്സിലേസ്. ഇനി ഇത് ചോദിക്കുന്ന കാര്യമാണ്, C4 പ്ലാന്റ്സിന്റെ ലീഫില് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽ അറേഞ്ച്മെന്റ് കാണാം. ആ സ്പെഷ്യൽ ലീഫ് അനാട്ടമിനെ പറയുന്ന പേരാണ് ക്രാൻസ് അനാട്ടമി. ക്രാൻസ് അനാട്ടമി കാണുന്ന എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C4 പ്ലാന്റ്സിലാണ്. അവരുടെ ലീഫിൽ കാണുന്ന സ്പെഷ്യൽ അനാട്ടമിയാണ്. ഇവരുടെ വാസ്കുലർ ബണ്ടിൽസിന് ചുറ്റും ബണ്ടിൽ ഷീറ്റ് സെൽസ് ഉണ്ട്. അവരുടെ വാസ്കുലർ ബണ്ടിൽസിന് സൈലത്തിനും ഫ്ലോയത്തിനും ചുറ്റുമായിട്ട് ലാർജ് ആയിട്ടുള്ള കുറച്ച് സെൽസ് ഉണ്ട്. ബണ്ടിൽ ഷീറ്റ് സെൽസ് എന്ന് പറയും. അതിന്റെ ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റിനെയാണ് ക്രാൻസ് അനാട്ടമി എന്ന് പറയുന്നത്. ക്രാൻസ് മീൻസ് റീത്ത്. ഓക്കെ, ഇനി എന്താണ് ഈ ബണ്ടിൽ ഷീറ്റ് സെൽസിനെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് നോക്കാം. ഈ ഡയഗ്രത്തിലോട്ട് നോക്കാം കേട്ടോ. ഞാൻ പറയുന്നത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യുക. C3 പ്ലാന്റ്സ്, നമ്മൾ ആദ്യം പഠിച്ച പ്ലാന്റ് C3 പ്ലാന്റ്സ്, അവർക്ക് മീസോഫിൽ സെൽസിലാണ് എല്ലാ റിയാക്ഷൻസും നടക്കുന്നത്. മീസോഫിൽ സെൽസില് റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസില് RuBP-ലോട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യുന്നു. അതാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ശരിയല്ലേ? ശരിയാണോ? നമ്മൾ പറഞ്ഞത് ഇതല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് C3 പ്ലാന്റ്സിലെ കാര്യം പറയണേ. C3 RuBP-ലോട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. വിച്ച് എൻസൈം? റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം. ആൻഡ് വി ഗെറ്റ് 2 molecules of PGA. ഇതായിരുന്നു C3 പ്ലാന്റ്സിൽ നടന്നിരുന്നത്. ആൻഡ് ദിസ് വാസ് ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ദ മീസോഫിൽ സെൽസ്. മീസോഫിൽ സെൽസിലായിരുന്നു നടന്നിരുന്നത്. C4 പ്ലാന്റ്സിലോട്ട് വരുമ്പോ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മീസോഫിൽ സെൽസില് റുബിസ്കോ ഇല്ല. മനസ്സിലായോ? ഇൻ ദെയർ മീസോഫിൽ സെൽസ്, ഇത് C4 പ്ലാന്റ്സിന്റെ ഒരു ക്രോസ് സെക്ഷൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് C4 പ്ലാന്റ്സിന്റെ C4ന്റെ ആണ്. C4 പ്ലാന്റ്സിന്റെ മീസോഫിൽ സെൽസ്, മീസോഫിൽ സെൽസ്. ഇവിടുത്തെ പ്രശ്നം, ഇവിടെ റുബിസ്കോ ഇല്ല, ആ എൻസൈം ഇല്ല, മീസോഫിൽ സെൽസിൽ ഇല്ല. അതുകൊണ്ട് തന്നെ RuBP-ലോട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ ആരും ഇല്ല അവിടെ. ഓക്കെ, ഇപ്പൊ സാധാരണ C3 പ്ലാന്റ്സ് ചെയ്യുന്ന പോലെ RuBP-ക്ക് ഇവിടെ പ്രൈമറി അക്സെപ്റ്റർ ആയിട്ട് നിൽക്കാനോ ഫസ്റ്റ് പ്രൊഡക്റ്റ് PGA ഉണ്ടാകാനോ ഉള്ള സാധ്യതകളില്ല. പകരം അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആരാ നോക്കി നോക്കിയേ? ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആണ്. The first carbon dioxide acceptor is going to be phosphoenol pyruvate, and the first product is going to be oxaloacetate. Oxaloacetate ആണ് ആദ്യം ഫോം ചെയ്യാൻ പോകുന്നത്. ഇവിടെ പെപ്കേസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പെപ് കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. അപ്പം C4 പ്ലാന്റ്സിൽ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നത് മീസോഫിൽ സെൽസിൽ തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് ആക്സെപ്റ്റർ RuBP അല്ല, പെപ്പ് ആണ്. കാരണം റുബിസ്കോ ഇല്ല. റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ആക്സെപ്റ്റർ മാറി, പ്രൊഡക്റ്റ് മാറി. നടക്കുന്നത് എവിടെ തന്നെയാണ്? മീസോഫിൽ സെൽസിൽ തന്നെയാണ്. സോ കാർബൺ ഈസ് ഫസ്റ്റ് പ്രസന്റ് മീസോഫിൽ സെൽ. ഇതിന്റെ എൻസൈമിന്റെ പേര് പെപ് കാർബോക്സിലേസ് അല്ലെങ്കിൽ പെപ്കേസ് എന്ന് പറയും. ഫസ്റ്റ് ഫോം ചെയ്യുന്നത് OA ആണ്. അത് ഉണ്ടാകുന്നത് എവിടെയാണ്? മീസോഫിൽ സെൽസിൽ തന്നെയാണ്. ഇത്രയും വളഞ്ഞ മൂക്ക് പിടിക്കേണ്ട കാര്യം എന്തുകൊണ്ടാ? റുബിസ്കോ ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ C3 പ്ലാന്റ്സ് ചെയ്യുന്ന പോലെ തന്നെ ഇവർക്കും ഡയറക്റ്റ് C3 സൈക്കിൾ ചെയ്താൽ മതിയായിരുന്നു. ബട്ട് ദേ കാൻ ഡു ദാറ്റ്, കാരണം ദി ആബ്സെൻസ് ഓഫ് റുബിസ്കോ എൻസൈം. ഇനി മീസോഫിൽ സെൽസിൽ ഉണ്ടാകുന്ന ഓക്സാലോസറ്റേറ്റ് അവിടെ നിന്നുകൊണ്ട് തന്നെ വേറെ സ്ട്രക്ചറിലോട്ട് മാറുവാണ്. വേറെ 4 കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള മാലിക് ആസിഡോ ആസ്പാർട്ടിക് ആസിഡോ ഒക്കെ ആയിട്ട് മാറും. അതിനുശേഷം അതിനെ അവിടെ നിന്ന് ബണ്ടിൽ ഷീറ്റ് സെൽസിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. കണ്ടോ? ബണ്ടിൽ ഷീറ്റ് സെൽസിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. ഓക്സാലോസിറ്റേറ്റ് ഉണ്ടാകുന്നത് മീസോഫിലിൽ വെച്ചിട്ടാണ്. അതിനെ ഓക്സാലോസിറ്റേറ്റിനെ വേറെ ഫോർമാറ്റിലോട്ട് ആക്കി. ആസ്പാർട്ടിക് ആസിഡോ മാലിക് ആസിഡോ രണ്ടും കാർബൺ കോമ്പൗണ്ട്സ് ആണ്, 4 കാർബൺ കോമ്പൗണ്ട്സ് ആണ്. And then they will be transported to the bundle sheath cells. ക്ലിയർ ആണോ? ഇനി ബണ്ടിൽ ഷീറ്റ് സെൽസിന്റെ പ്രത്യേകത, റുബിസ്കോ ഉണ്ട്. ബണ്ടിൽ ഷീറ്റ് സെൽസിലാണ് ഇവിടെ എന്തുള്ളത്? റുബിസ്കോ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ റുബിസ്കോ ഉണ്ട്. ഇവിടെ റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ബണ്ടിൽ ഷീറ്റ് സെൽസിലാണ് C3 സൈക്കിൾ നടക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നു,
anyways, whatever be the reason, C3 cycle ആണ് main biosynthetic pathway. C3 cycle നടന്നാലേ ഷുഗർ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയോ? പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C3 പ്ലാന്റ്സിന് നേരിട്ട് C3 സൈക്കിൾ അല്ലെങ്കിൽ കാൽവിൻ സൈക്കിളിലോട്ട് പോവാം. C4 പ്ലാന്റ്സിന് മീസോഫിൽ സെൽസിൽ റുബിസ്കോ ഇല്ലാത്തത് കൊണ്ട് വേറൊരു പാത്വേയുടെ സഹായത്തോടു കൂടി മാത്രമേ അവർക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം അവർക്ക് എന്ത് വേണം? ഒരു ഫസ്റ്റ് കാർബൺ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. അതാണ് C4 പ്രൊഡക്റ്റ് OAA. അതിനെ ബണ്ടിൽ ഷീറ്റിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ബണ്ടിൽ ഷീറ്റിൽ വന്നിട്ട് ഈ 4 കാർബൺ കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്യും. 4 കാർബൺ ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന കാർബൺ എത്രയാ? 3 കാർബൺ അല്ലേ? ഒരു C3 ആസിഡ് ആവും. ഈ C3 ആസിഡിന് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. അതിനെ തിരിച്ച് എവിടോട്ട് വിടും? മീസോഫിൽ സെൽസിലോട്ട് വിടും. കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് പറ്റുന്നറിയോ? ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ RUBP-ലോട്ട് ഫിക്സ് ചെയ്യും. ആര്? റുബിസ്കോ എൻസൈം. ആൻഡ് ഇവിടെ എന്ത് നടക്കും? കാൽവിൻ സൈക്കിൾ നടക്കും. ക്ലിയർ ആയോ? ഇപ്പൊ ഇവിടെ C4 പ്ലാന്റ്സിലും എന്ത് നടക്കുന്നുണ്ട്? C3 സൈക്കിൾ അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് എവിടെയാണെന്ന് മാത്രം, അത് ബണ്ടിൽ ഷീറ്റിലാണെന്ന് മാത്രം. The CO2 released in the bundle sheet cell enter the C3 or the Calvin pathway. A pathway common to all plants. Bundle sheet cells are rich in rubisco but lack peptidase. മനസ്സിലായോ? എന്താ നടന്നത്? മനസ്സിലായോ? മനസ്സിലായോ? ബയോസിന്തറ്റിക് ഫേസ് ആണ്. ബയോസിന്തസിസ് ഓഫ് ഷുഗർ നടക്കണമെങ്കിൽ C3 സൈക്കിൾ വേണം. ഓക്കെ, പക്ഷെ അതിന് വേണ്ട ഒരു ഇമ്പോർട്ടന്റ് എൻസൈം ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ വേണ്ട എൻസൈം ആണ് റുബിസ്കോ. ആ റുബിസ്കോ മീസോഫിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരെ തന്നെ C3-ലോട്ട് പോവാമായിരുന്നു. പക്ഷെ ഇവിടെ മീസോഫില്ല് എന്തില്ല? റുബിസ്കോ ഇല്ല. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ വേറെ ഒരാളെ വെച്ചെടുത്ത് അതിനെ എങ്ങനെയെങ്കിലും ബണ്ടിൽ ഷീറ്റിലോട്ട് എത്തിച്ച് അവിടെ വെച്ച് വേണം C3 നടക്കാൻ. കാരണം ബണ്ടിൽ ഷീറ്റിലെ ആരുള്ളൂ? റുബിസ്കോ ഉള്ളൂ. ക്ലിയർ ആണോ? ഇനി ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞ വേഗം. ഈ രണ്ട് കമ്പാരിസൺ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. C3 പ്ലാന്റ്സില് പ്രൈമറി ആക്സെപ്റ്റർ REBP അല്ലേ? ഫസ്റ്റ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അതാണ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നത് എവിടെയാണ്? മീസോഫിൽ സെൽസിലാണ്. C3 സൈക്കിൾ നടക്കുന്നത് എവിടെ തന്നെയാണ്? മീസോഫിൽ സെൽസിൽ തന്നെയാണ്. ശരിയല്ലേ? ശരിയല്ലേ? ഇനി C4-ല് പ്രൈമറി ആക്സെപ്റ്റർ ആരാന്ന് പറ. C4-ല് പ്രൈമറി ആക്സെപ്റ്റർ ആരാ? ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഏതാ? ഈവൻ അവര് ചിലപ്പോൾ നിങ്ങളുടെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ചോദിക്കും കേട്ടോ. നമ്പർ ഓഫ് കാർബൺ ഇവിടെ 3 കാർബൺ ആണ്. ഇതിലോട്ട് ഒരു 1 കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്തു. 1 കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്തു. അപ്പൊ 4 കാർബൺ ഓക്സാലോസ്റ്റേറ്റ് വന്നു. ഇവിടെ ഇത് 5 കാർബൺ ആണ്. അതിലോട്ട് ഒരു 1 കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ആഡ് ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 മോളിക്യൂൾസ് ഓഫ് 3 കാർബൺ കോമ്പൗണ്ട് കിട്ടി. ശരിയല്ലേ? ഓക്കെ, ഇനി ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നത് എവിടെയാ? ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നത് എവിടെ തന്നെയാ? മീസോഫിൽ തന്നെയല്ലേ? ആലോചിച്ച് നോക്കിയേ. ഈ പെപ്പ് ഇരിക്കുന്നത് എവിടെയാ? മീസോഫിലല്ലേ? ശരിയല്ലേ? ഇത് നടക്കുന്നത്, ഈ സ്റ്റെപ്പ് നടക്കുന്നത്, ഇതാണ് ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ. ഇത് നടക്കുന്നത് എവിടെ തന്നെയാണ്? മീസോഫിൽ സെൽസിൽ തന്നെയാണ് നടക്കുന്ന. പാത്വേ വേറെയാന്നുള്ളൂ, ബട്ട് still happens. ഇനി ഇതിന്റെ ആൻസർ പറ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. കാൽവിൻ സൈക്കിൾ നടക്കുന്നത് എവിടെ? C4 പ്ലാന്റ്സില് അത് ബണ്ടിൽ ഷീറ്റിലാണ്. ക്ലിയർ ആയോ? ഇത് ബണ്ടിൽ ഷീറ്റിലാണ്. ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം, ഇനി എസേഷൻ റീസൺ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ബണ്ടിൽ ഷീറ്റിലോട്ട് പോകേണ്ടി വന്നത്? കാരണം മീസോഫിൽ സെൽസില് ഇവിടെ എന്തില്ല? റുബിസ്കോ ഇല്ല. ഓക്കെ, റുബിസ്കോ ഇല്ലാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഇവന്മാർക്ക് വേറൊരു പാത്വേ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്ത് അത് ബണ്ടിൽ ഷീറ്റിലോട്ട് കൊടുത്ത് അവിടെ പോയി C3 ചെയ്യേണ്ടി വന്നത്. ക്ലിയർ ആണോ? റൈറ്റ്? ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് റിയാക്ഷൻ. ഓക്കെ, വേസ്റ്റ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ്. ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ആണ് ഫോളോ ചെയ്ത് പോകുന്നത് കേട്ടോ. വാട്ട് ബി ദ കേസ്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ആണ് പഠിക്കുന്നത്. ഓക്കെ, ഫോട്ടോ റെസ്പിറേഷനില് ഇത് എന്താ പറയാ, ഒരു എനർജി yielding പ്രൊസീജിയർ അല്ല.
C2 അല്ലെങ്കിൽ ഈ ഫോട്ടോ റെസ്പിറേറ്ററി പാത്വേ വഴി ഷുഗർ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ATP ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. പകരം ATP യൂസ് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബയോസിന്തസിസ് നടക്കേണ്ട കാര്യമാണ്. ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത് C3 അല്ല C4 അല്ല, വേറൊരു പാത്വയാണ് ഫോട്ടോ റെസ്പിറേഷൻ. ഇതിൽ ഷുഗർ ഉണ്ടാകുന്നില്ല, ATP ഉണ്ടാകുന്നില്ല, കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ഫിക്സിങ് നടക്കുന്നില്ല. പകരം ATPയുടെ യൂട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോ റെസ്പിറേഷൻ ചെയ്യുവാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇനി അതിന്റെ കാര്യം പറഞ്ഞുതരാം. റുബിസ്കോ എന്ന് പറയുന്ന നമ്മുടെ എൻസൈം, റുബിസ്കോന്റെ പേര് ശ്രദ്ധിച്ചു നോക്കിയേ, RUBP കാർബോക്സിലേസ്, അതാണ് C വരെ. ദിസ് O സ്റ്റാൻഡ്സ് ഫോർ ഓക്സിജനൈസ് ആക്ടിവിറ്റി. റുബിസ്കോ എന്ന് പറഞ്ഞാൽ O ഓക്സിജനൈസ് ആണ്. റുബിസ്കോന്റെ ഫുൾ ഫോം ഇതാണ്, RUBP കാർബോക്സിലേസ് ഓക്സിജനൈസ്. ഈ എൻസൈമിന് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാനും പറ്റും, ഓക്സിജനെ ഫിക്സ് ചെയ്യാനും പറ്റും. RUBP എന്ന് പറയുന്ന സബ്സ്ട്രേറ്റിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യാനും ഇതിന് പറ്റും, ഓക്സിജൻ ആഡ് ചെയ്യാനും പറ്റും. കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ C3 സൈക്കിൾ നടക്കുകയും ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യും. ശരിയല്ലേ? നേരെ മറിച്ച് ഓക്സിജനെയാണ് ഫിക്സ് ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ ഷുഗർ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ATPയുടെ യൂട്ടിലൈസേഷൻ വെറുതെ നടക്കും. ഓക്കെ, മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത് പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുന്നു പറയുന്നത്. C4 പ്ലാന്റ്സിന്റെ പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്. ശ്രദ്ധിക്കുക, C4 പ്ലാന്റ്സിന്റെ ഒരു അസേർഷൻ റീസൺ ചോദിക്കാവുന്നതാണ്. C4 പ്ലാന്റ്സിന് കൂടുതലാണ് പ്രൊഡക്ടിവിറ്റി, ബയോമാസ് പ്രൊഡക്ഷൻ കൂടുതലാണ്. അവർ നന്നായിട്ട് പ്രൊഡക്ഷൻ നടത്തും. റീസൺ, അവർക്ക് ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. C4 പ്ലാന്റ്സ് ഫോട്ടോ റെസ്പിറേഷൻ ചെയ്യുന്നില്ല. നേരെ മറിച്ച് C3 പ്ലാന്റ്സുകാർക്ക് ചെറിയ തോതിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ള റുബിസ്കോ കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രമല്ല ഫിക്സ് ചെയ്യാൻ നോക്കുന്നത്, ഓക്സിജനെയും ഫിക്സ് ചെയ്യാൻ നോക്കും. വെറുതെ ആവശ്യമില്ലാത്തൊരു വേസ്റ്റ് പാത്വയും കൂടി ആള് ചെയ്യും. മനസ്സിലായോ? സോ റുബിസ്കോയില് 2 ആക്ടിവിറ്റി ഉണ്ട്, കാർബോക്സിലൈസ് ആക്ടിവിറ്റി ഉണ്ട്, ഓക്സിജനൈസ് ആക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ. അറ്റ്മോസ്ഫിയറിൽ CO2ന്റെയും ഓക്സിജന്റെയും കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിരിക്കും. CO2 ഓക്സിജനും ഒരേ അളവിലാണെങ്കിൽ ഒബ്വിയസ്ലി ഈ എൻസൈമിന് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാനുള്ള ടെൻഡൻസി തന്നെയാണ്. പക്ഷേ വേറൊരു സാഹചര്യം വരുവാണെങ്കിൽ അത് ഓക്സിജനെ ബൈൻഡ് ചെയ്ത് കൊടുക്കും. സോ ഇൻ C3 പ്ലാന്റ്സില് സം ഓക്സിജൻ ഡസ് ബൈൻഡ് ടു റുബിസ്കോ ആൻഡ് ഹെൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഇസ് ഡിക്രീസ്ഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫിക്സേഷൻ നടന്നില്ലെങ്കിൽ ബയോസിന്തസിസ് കുറയും. സോ RUBP നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുവാണെങ്കിൽ 2 PGA മോളിക്യൂൾ ഉണ്ടാകണം. അത് ഉണ്ടാകുന്നതിന് പകരം ഒരു PGA മോളിക്യൂളും വേറൊരു 2 കാർബൺ കോമ്പൗണ്ടും ഉണ്ടാവും. അതിന്റെ പേരാണ് ഫോസ്ഫോഗ്ലൈക്കോലേറ്റ്. ഈ പാത്വേനെ പറയുന്ന പേരാണ് ഫോട്ടോ റെസ്പിറേഷൻ. സാധാരണ രീതിയിലാണെങ്കിൽ നമുക്കറിയാം RUBP കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിലോട്ട് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക? 2 molecules ഓഫ് PGA ആണ് ഉണ്ടാവുക. 2 molecules ഓഫ് PGA. നേരെ മറിച്ച് റുബിസ്കോ ഓക്സിജനെയാണ് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പൊ RUBPയുടെ കൂടെ ഓക്സിജനെയാണ് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 PGA മോളിക്യൂള് ഉണ്ടാവില്ല. പകരം ഒരു PGAയും പിന്നെന്താ ഉണ്ടാവുന്നത്? ഒരു ഫോസ്ഫോഗ്ലൈക്കലേറ്റ് എന്ന് പറയുന്ന വേറൊരു 2 കാർബൺ കോമ്പൗണ്ടും ഉണ്ടാവും. And this pathway is called photorespiratory pathway. ഇതിൽ ഷുഗർ ഉണ്ടാവുന്നില്ല, പകരം ATPനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So there is no synthesis of ATP, there is no synthesis of sugar, there is no synthesis of NADPH. C4 plants photorespiration does not occur. അതിന് കാരണം അവരുടെ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നത് C3 സൈക്കിൾ നടക്കുന്നത് ബണ്ടിൽ ഷീറ്റിലാണ്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോ എന്തായാലും ഓക്സിജനുമായിട്ട് അവരുടെ റിയാക്ഷൻ നടക്കില്ല, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് റിയാക്ഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ C4 പ്ലാന്റ്സിന് ഫോട്ടോ റെസ്പിറേഷൻ ഇല്ലാത്തത് കൊണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റിയും ഈൽഡും കൂടുതലാണ്. C3 പ്ലാന്റ്സിന് ഫോട്ടോ റെസ്പിറേഷൻ ഉണ്ട്, അതുകൊണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി C4 പ്ലാന്റ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവാണ്. ക്ലിയർ ആണോ? ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ.
ഫോട്ടോ റെസ്പിറേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണ്? 2021 മറ്റോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോട്ടോ റെസ്പിറേഷന്റെ പ്രൊഡക്റ്റ് എന്താണ്? ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജനെയാണ് അവിടെ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഒരു 3 കാർബൺ കോമ്പൗണ്ടും ഒരു 2 കാർബൺ കോമ്പൗണ്ടും ഉണ്ടാവും. ഓക്കെ. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും എല്ലാം ഫോട്ടോസിന്തസിസിനെ എഫക്ട് ചെയ്യും. ഇന്റേണൽ എന്ന് പറയുമ്പോൾ പ്ലാന്റിന്റെ ക്യാരക്ടേഴ്സ്, ലീഫിന്റെ നമ്പർ, സൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പുറത്ത് എൻവയോൺമെന്റൽ, ലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, ടെമ്പറേച്ചർ, വാട്ടർ, അതൊക്കെ. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഫോട്ടോസിന്തസിസിനെ എഫക്ട് ചെയ്യും. ലൈറ്റ്, ഈ ഗ്രാഫ് നോക്കുക, ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. ഇനീഷ്യലി ലോ ലൈറ്റ് ഇന്റൻസിറ്റിയിൽ ഇവിടുന്ന് ലൈറ്റിന്റെ എമൗണ്ട് കൂടുന്തോറും, അളവ് കൂടുന്തോറും ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് കൂടി വരുന്നുണ്ട്. പക്ഷെ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് ഇന്റൻസിറ്റി എത്തിക്കഴിഞ്ഞാൽ ഇനി എത്ര ലൈറ്റ് കൂടിയിട്ടും കാര്യമില്ല, ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് കൂടുന്നില്ല. നിങ്ങളൊരു എൻസൈമാറ്റിക് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷന്റെ ഗ്രാഫ് വരയ്ക്കുന്നില്ലേ? അതുപോലെ തന്നെയല്ലേ ബയോമോളിക്യൂളിൽ പഠിക്കുന്ന പോലെ തന്നെ. ഇനീഷ്യലി എന്താണ്, തുടക്കം ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആണ് കാണുക. അതായത് ലൈറ്റ് ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫിക്സേഷൻ അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് കൂടും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ ഇനി എത്ര ലൈറ്റ് കൂട്ടിയിട്ടും കാര്യമില്ല, ഇത് കൂടാൻ പോകുന്നില്ല, ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് കൂടില്ല. കാരണം അത് സാച്ചുറേഷനിലോട്ട് എത്തി. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ലൈറ്റ് സാച്ചുറേഷൻ ഒക്കേഴ്സ് അറ്റ് 10% ഓഫ് ഫുൾ സൺലൈറ്റ്. ഈ ഫുൾ സൺലൈറ്റ് ഒന്നും അവർക്ക് ആവശ്യമില്ല. ആകെ വരുന്ന സൺലൈറ്റിന്റെ 10% മതി ഇവർക്ക് മാക്സിമം ആവശ്യം എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി വായിച്ചു നോക്കാം ലൈറ്റിന്റെ കേസ്. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ്. അവരുടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്ന ഫസ്റ്റ് ലൈൻ തന്നെ ചോദിച്ചിട്ടുണ്ട് പണ്ട് ഒരു പ്രീവിയസ് ഇയറിൽ. ദ മേജർ ലിമിറ്റിംഗ് ഫാക്ടർ ഫോർ ഫോട്ടോസിന്തസിസ് ഏതാണെന്ന്. ഫോട്ടോസിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്ന മേജർ ഫാക്ടർ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാരണം അറ്റ്മോസ്ഫിയറിൽ വളരെ കുറവേ ഇദ്ദേഹമുള്ളൂ. ശരിയല്ലേ? ഇദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്? 0.03204% ആണ്. ഓൾറെഡി കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ അറ്റ്മോസ്ഫിയറിൽ വളരെ കുറവാണ്. അപ്പൊ അതിൽ ഇനി എന്തെങ്കിലും ചേഞ്ച് വരുവാണെങ്കിൽ അത് ഫോട്ടോസിന്തസിസിനെ കാര്യമായിട്ട് ബാധിക്കും. ഒരു 0.05% വരെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയാൽ ഓക്കെയാണ്, ഫോട്ടോസിന്തസിസും കൂടും. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഡാമേജിങ് ആവാം. അതായത് ഒരു ഫാക്ടർ, ഇപ്പൊ ലൈറ്റ് ആവശ്യമാണ്, അതും പറഞ്ഞ് കുറെ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിന് ഡാമേജിങ് ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്, അതും പറഞ്ഞ് കുറെ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അതും പ്ലാന്റിന് ഡാമേജിങ് ആണ്. സോ എല്ലാത്തിനും ഒരു അളവുണ്ടെന്നാണ് പറയുന്നത്. ലൈറ്റ് കൂടി കഴിഞ്ഞാൽ ക്ലോറോഫിലെ മോളിക്യൂൾ ഒക്കെ ചിലപ്പോ ഫോട്ടോ ഓക്സിഡേഷൻ സംഭവിച്ച് നശിച്ചു പോകും. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസും അങ്ങനെ തന്നെയാണ്. അതൊരു മേജർ ലിമിറ്റിംഗ് ഫാക്ടർ ആണ്. അതിന്റെ അളവ് ഒരു 0.05 വരെ കൂടിയാൽ കുഴപ്പമില്ല, അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഡാമേജിങ് ആവും. ടെമ്പറേച്ചർ, ഡാർക്ക് റിയാക്ഷൻസ് നമുക്കറിയാം എൻസൈംസ് ഉള്ളതാണ്. ഓരോ എൻസൈമിനും ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടെന്ന് നമുക്കറിയാം. സോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. വാട്ടറിന്റെ എഫക്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ടർ ഇല്ലെങ്കിൽ ലീഫ് എല്ലാം വാടിപ്പോവും. ലീഫ് വാടിപ്പോകുമ്പോ എന്താണ്, സർഫസ് ഏരിയ കുറയും. അതുപോലെ വാട്ടർ കുറയുമ്പോൾ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യും. സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കാൻ പറ്റില്ല. കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തില്ലെങ്കിൽ ബയോസിന്തസിസ് നടക്കില്ല. സോ അങ്ങനെ വാട്ടറിന്റെ എഫക്ട് വരുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടാണ്. വാട്ടർ സ്ട്രെസ് കോസസ് സ്റ്റൊമാറ്റ ടു ക്ലോസ്. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുന്നതും കുറയും, അതിന്റെ വാല്യബിലിറ്റി കുറയും. ലീവ്സ് എല്ലാം വിൽട്ടായി പോവും, സർഫസ് ഏരിയ കുറയും, അപ്പോഴും ഗ്യാസ് എക്സ്ചേഞ്ച് കുറയും. ക്ലിയർ ആണോ? ഞാൻ മെയിൻ പോയിന്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വായിച്ചു നോക്കാനുണ്ട് കേട്ടോ ഫാക്ടേഴ്സിൽ. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ റെസ്പിറേഷനിലോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. അപ്പൊ അതിന് മുമ്പ് പറയട്ടെ, ഫോട്ടോസിന്തസിസിനൊക്കെ ഒരു ആവറേജ് 2-3 ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലം നോക്കിയാൽ മതി. കഴിഞ്ഞ കൊല്ലം ചോദിച്ചിരുന്ന കെമിയോസ്മോസിസ് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പ്രോട്ടോൺ ഗ്രേഡിയന്റിന്റെ കാര്യം, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചോദിക്കാറ്. ATP NADPH ചോദിച്ചിരുന്നു. അതായത് ഡാർക്ക് റിയാക്ഷനിൽ എത്ര ATP എത്ര NADPH വേണം എന്നുള്ള കാര്യങ്ങൾ. സോ എവറിത്തിങ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. ഇനി അടുത്തത് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. ഓക്കെ, എന്താണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞേ?
നിങ്ങൾക്ക് അറിയാവുന്ന റെസ്പിറേഷൻ ഒന്ന് പറഞ്ഞേ. ബ്രീത്തിങ് ആണോ? ബ്രീത്തിങ് ആണോ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ബ്രീത്തിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ഓഫ് എ ഫിസിക്കൽ പ്രോസസ് അല്ലെ? ഓക്സിജൻ എടുക്കുന്നു, ഓക്സിജൻ കൊടുക്കും, കാർബൺ ഡൈ ഓക്സൈഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. ഈ എടുക്കുന്ന ഓക്സിജൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അതാലോചിച്ച് നോക്കിയോക്കെ. വൈ ഡു വി ടേക്ക് ഓക്സിജൻ ഫ്രം ദി അറ്റ്മോസ്ഫിയർ? ഓക്കെ, ഇവിടെ പ്ലാന്റ്സിന്റെ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിലും ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഓക്സിജൻ എടുക്കുന്നത്? ഈ ഓക്സിജനെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എല്ലാ ടിഷ്യൂസിലോട്ട് എത്തിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ്? എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. സെല്ലില് ഒരു എനർജി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ആ എനർജി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്നതാണ്. അതിന്റെ പ്രൊഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോ സെല്ലുലാർ ലെവലിൽ നടക്കുന്ന റെസ്പിറേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെല്ലുലാർ ലെവലില് അതും പ്ലാന്റിന്റെ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെയിം തന്നെയാണ് നമ്മുടെ ബോഡിയിലും. ഓക്കെ, അപ്പൊ നോക്കി നോക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത്. ദ ബ്രേക്കിംഗ് ഓഫ് കാർബൺ കാർബൺ ബോണ്ട്സ് ഓഫ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ത്രൂ ഓക്സിഡേഷൻ വിത്തിൻ ദ സെൽസ് ലീഡിംഗ് ടു ദ റിലീസ് ഓഫ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി ഇസ് കോൾഡ് റെസ്പിറേഷൻ. സി, ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കി. ആ ഫുഡിനെ അവരും എടുത്തു, നമ്മളും എടുത്തു, ആണല്ലോ. പ്ലാന്റ് ഉണ്ടാക്കിയ ഫുഡാണ് ബാക്കി എല്ലാവരും യൂസ് ചെയ്യുന്നത് എനർജിക്ക് വേണ്ടിയിട്ട്. ഈ ഫുഡ് ഉണ്ടാക്കിയിരുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ ഫോമിലാണ്. അതിനി പല പല ഫോമുകളിലായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് മാറും, സ്റ്റോർ ചെയ്ത് വെക്കും, വേറെ പ്രൊഡക്ട്സ് ആവും, അങ്ങനെ പലതോ. എനിവേസ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് കാർബൺ കാർബൺ കോമ്പൗണ്ട്സ് ആണ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്, റൈറ്റ്? ഓക്കെ, ഇതിന്റെ ബ്രേക്കിംഗ് ആണ് നടക്കാൻ പോകുന്നത്. കാറ്റബോളിസം ബ്രേക്കിംഗ് ആണ് നടക്കാൻ പോകുന്നത്. കമ്പഷൻ ആണ് നടക്കാൻ പോകുന്നത്. കമ്പഷൻ നമുക്കറിയാം ഓക്സിജൻ ആവശ്യമാണെന്ന്. സോ ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്നതാണ്, അതുകൊണ്ട് ഓക്സിഡേഷൻ എന്ന് പറയും. എന്നിട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? എനർജി. സോ ഇനി നമ്മൾ ഉണ്ടാക്കിയ എനർജി പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഉണ്ടാക്കിയ ഫുഡ് യൂസ് ചെയ്ത് എനർജി ഡിറൈവ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊക്കെ നടക്കുന്നത് സെല്ലിന്റെ ഉള്ളിലാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയും. സെല്ലുലാർ റെസ്പിറേഷനിൽ നടക്കുന്ന ഒറ്റ സ്റ്റെപ്പോ രണ്ട് സ്റ്റെപ്പോ അല്ല, പല പല സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. ഇത് കുറച്ച് സ്റ്റേജസ് സൈറ്റോപ്ലാസത്തിൽ നടക്കും, കുറച്ച് സ്റ്റേജ് എവിടെ നടക്കും? മൈറ്റോകോൺഡ്രിയയിൽ നടക്കും. കുറച്ച് സ്റ്റേജ് സൈറ്റോപ്ലാസത്തിലും ബാക്കി കുറച്ച് എവിടെ നടക്കുന്നത്? മൈറ്റോകോൺഡ്രിയയിലും നടക്കും. ഓക്കെ, ഇനി എന്താണ്? ഈ ഏത് കോമ്പൗണ്ടിൽ നിന്നാണോ നിങ്ങൾ എനർജി റിലീസ് ചെയ്യാൻ പോകുന്നത് അതിനെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയും. പ്രിഫറബിളി നമുക്ക് ഗ്ലൂക്കോസ് ആണ് വിച്ച് ഇസ് ബീങ് എന്താണ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ളത്. പക്ഷെ പ്രോട്ടീൻ, ഫാറ്റ്, ബാക്കി ഓർഗാനിക് ആസിഡുകൾ ഇങ്ങനെ പലതും എന്താണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ദ ഓവറോൾ പ്രോസസ്സിനെ നമുക്ക് ഇങ്ങനെ എന്താണ് സമ്മറൈസ് ചെയ്യാം. ഇവിടെ ഗ്ലൂക്കോസ് വെച്ചിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫേവേർഡ് സബ്സ്ട്രേറ്റ്. വേറെ എന്താണെങ്കിലും അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറി ഇങ്ങനെ എനർജി പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് പറയുന്നത്. കാരണം ഗ്ലൂക്കോസ് ആണ് ഫേവറബിൾ ആയിട്ടുള്ളത്. സോ ഇതാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്യും, കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ചെയ്യും. അങ്ങനത്തെ വർക്കുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കംപ്ലീറ്റ്, പാർഷ്യൽ, കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും, വാട്ടർ ഉണ്ടാകും, നല്ല രീതിയിൽ എന്തുണ്ടാവും? എനർജി ഉണ്ടാവും. ATP നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്ന എനർജി സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്താ? എനർജിയുടെ ഫോമിലാണ്. ഓക്കെ, സോ ഓക്സിജൻ ഈസ് യൂട്ടിലൈസ്ഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ and energy are released as a product. Clear ആണോ? ഓക്കെ ആണോ? ഇതാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. ഗ്ലൂക്കോസിനെ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജി ആയിട്ട് മാറാനാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒറ്റ ലൈനിൽ എഴുതിയിരിക്കുന്ന സംഭവം ഒറ്റ ലൈനിലല്ല നടക്കാൻ പോകുന്നത്, പല 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 സ്റ്റേജസ് ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആണ് ഗ്ലൈക്കോളിസിസ്, സെക്കൻഡ് സ്റ്റേജ് ആണ് ക്രബ് സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിൾ എന്നും പറയും. തേർഡ് സ്റ്റേജ് ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഫസ്റ്റ് വൺ ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസിനെ വിളിക്കുന്ന വേറെ പേരാണ് EMP പാത്വേ. ഗ്ലൈക്കോളിസിസിനെ വിളിക്കുന്ന വേറെ പേര് EMP പാത്വേ. അതിന് കാരണം 3 സയന്റിസ്റ്റുമാരുടെ പേര് എംഡൻ, മേയർഹോഫ് ആൻഡ് പർനാസ് പാത്വേ. EMP പാത്വേ. ഇനി എനറോബിക് ഓർഗാനിസത്തില്
അതായത് ഓക്സിജന്റെ ആബ്സെൻസിൽ ജീവിക്കുന്ന ആൾക്കാരില് എനർജി പ്രൊഡക്ഷന് വേണ്ടി ആകെ നടക്കുന്നത് ഗ്ലൈക്കോളിസിസ് ആണ്. അതിന് കാരണം എന്താണെന്നറിയോ? ഈ TCA സൈക്കിളും ഫോസ്ഫോറിലേഷനും ഒന്നും അവരിൽ നടക്കില്ല, കാരണം അവർക്ക് ഓക്സിജൻ ഇല്ല. ഫർദർ സ്റ്റെപ്പുകൾ നടക്കണമെങ്കിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ ഇല്ലാതെയും നടക്കാവുന്ന ഒരു സംഭവമാണ് എന്ത്? ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. സോ എനറോബിക് ഓർഗാനിസത്തില് റെസ്പിറേഷന്റെ ആ ഭാഗമായിട്ട് ആകെ നടക്കുന്നത് എന്താണ്? ഗ്ലൈക്കോളിസിസ് മാത്രമാണ്. ഇത് നടക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്. എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും ഇത് കാണാം. സൈറ്റോപ്ലാസ്റ്റിലാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ കണ്ടു ഈ എനർജി പ്രൊഡക്ഷൻ കുറച്ച് സൈറ്റോപ്ലാസ്റ്റിലും പിന്നെ ബാക്കി മൈറ്റോകോൺട്രിയയിലും ആണെന്ന്. അപ്പൊ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസ്റ്റിലും, ഇത് നടക്കുന്നത് സൈറ്റോപ്ലാസ്റ്റിലും. TCA സൈക്കിളും ETS ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയിലുമാണ് നടക്കുന്നത്. മേജർ എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. അതുകൊണ്ടാണ് അതിനെ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഗ്ലൈക്കോളിസിസ് നടക്കുമ്പോ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, ഗ്ലൂക്കോസിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ അല്ല നടക്കുന്നത്, പാർഷ്യൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഗ്ലൂക്കോസിന്റെ പാർഷ്യൽ ഓക്സിഡേഷൻ ആണ് ഗ്ലൈക്കോളിസിസ് വഴി നടക്കുന്നത്. കംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ്. കംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണെങ്കിൽ ഈ ഗ്ലൂക്കോസില് എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയേ. ഗ്ലൂക്കോസിൽ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ അല്ലേ? ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്തെന്ന് പറയുമ്പോ അതിലുള്ള എല്ലാ ഹൈഡ്രജനും പോയി അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുവാണ് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ. ഓക്കെ, പക്ഷെ ഗ്ലൈക്കോളിസിസിൽ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡേഷൻ നടക്കുന്നില്ല, പാർഷ്യൽ ആയിട്ടേ നടക്കുന്നുള്ളൂ. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്തായിട്ടാ മാറുന്നതെന്ന് നോക്കിയേ. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് മെറ്റീരിയല് എന്തായിട്ടാ മാറുന്നത്? 2 പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. ഗ്ലൂക്കോസ്, ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള്, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 6 കാർബൺ കോമ്പൗണ്ട് ആണ്. അത് 10 സ്റ്റെപ്പാണ് ഇതിൽ നടക്കുന്നത് കേട്ടോ. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ചെയിൻ ഓഫ് 10 റിയാക്ഷൻസ് ആണ്, 10 റിയാക്ഷൻസ് ആണ്. ആൻഡ് ഫൈനലി വാട്ട് ഇസ് ദ കീ പ്രൊഡക്റ്റ് ഇസ് ഗോയിങ് ടു ബി 2 മോളിക്യൂൾസ് ഓഫ് പൈറുവിക് ആസിഡ്. പൈറുവിക് ആസിഡ് ആണ് ഫോം ചെയ്യാൻ പോകുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, 3 കാർബൺ കോമ്പൗണ്ട് ആണ് കേട്ടോ പൈറുവിക് ആസിഡ്. ഇനി നിങ്ങൾ പഠിക്കേണ്ട, അവര് നിങ്ങളോട് എടുത്ത് പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷവും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു അസേഷൻ റീസൺ ആയിരുന്നു. ഈ സ്റ്റെപ്പുകള് ഓക്കെ, ഇതില് എനർജി എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എനർജി എവിടെയാണ് റിലീസ് ആവുന്നത്. അപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന നോക്കി നോക്കുക. 2 സ്റ്റെപ്പുകളിൽ എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്, കൺസ്യൂം നടക്കുന്നുണ്ട്. എവിടെയൊക്കെയാ നോക്കാം. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആകുന്നിടത്ത്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നതിലോട്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് എന്തായിട്ട് മാറാൻ പോകുന്നത്? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവാൻ പോകുന്നത്. ശരിയാണോ? ശരിയല്ലേ? 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ 6th കാർബണിലോട്ട് ഫോസ്ഫേറ്റ് ആഡ് ചെയ്തു, അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നെയിമിംഗ് ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു, ഒരു കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഗ്ലൂക്കോസിലോട്ട് ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് അത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ആ ഫോസ്ഫേറ്റ് എടുത്തിട്ടുണ്ടാവും എവിടെ നിന്നായിരിക്കും? ATPയിൽ നിന്നായിരിക്കും. ATP എന്ന് പറയുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നതിൽ ഒരു ഫോസ്ഫേറ്റിനെ ഗ്ലൂക്കോസിലോട്ട് കൊടുത്ത് ഗ്ലൂക്കോസ് വിൽ ബിക്കം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആൻഡ് ATP വിൽ ബിക്കം എന്താവും? ട്രൈഫോസ്ഫേറ്റ് എന്നുള്ളത് എന്തായി? ഡൈഫോസ്ഫേറ്റ് ആയി. ശരിയല്ലേ? ശരിയാണോ? അപ്പൊ ഈ സ്റ്റെപ്പിൽ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട് നോക്കിയേ. ഇവിടെ ATPനെ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഇവിടെ ATPയുടെ കൺസപ്ഷൻ നടന്നു. അടുത്ത സ്റ്റെപ്പ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിന് ഒരു ഐസോമറൈസേഷൻ നടന്നത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഗ്ലൂക്കോസ് എന്ന് പറയുന്നതും ഫ്രക്ടോസ് എന്ന് പറയുന്നത് 6 കാർബൺ ആണ്. ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു കീറ്റോസ് ആണ്. അപ്പൊ ചെറിയ രീതിയിലുള്ള ഒരു ഐസോമറൈസേഷൻ നടന്നത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിലോട്ട് വീണ്ടും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുകയാണ്. അങ്ങനെ 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ള ഒരു മോളിക്യൂൾ ആയിട്ട് അത് മാറുവാണ്. ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആവും. ഫസ്റ്റ് പൊസിഷനിലും 6th പൊസിഷനിലും ഫോസ്ഫേറ്റ് കയറുവാണ്. സോ അവിടെയും ഒരു ATPയുടെ കൺസപ്ഷൻ നടക്കുന്നുണ്ട്. ശരിയല്ലേ? എഗെയിൻ ഒരു എക്സ്ട്രാ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നില്ലേ? അത് എവിടെ നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക? ATPയിൽ നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പൊ 2 സ്റ്റെപ്പുകളിൽ എനർജി എന്ത് ചെയ്തു? കൺസ്യൂം ചെയ്തു, ATP യൂസ് ചെയ്തു. ഫർദർ സ്റ്റെപ്പുകൾ നോക്കാം. ഫ്രക്ടോസ് 1,6 ഫോസ്ഫേറ്റ് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്, 6 കാർബൺ ആണ്. അത് ബ്രേക്ക് ചെയ്ത് 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറും. അതിൽ ഒരു 3 കാർബൺ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആണ്.
രണ്ടാമത്തെ 3 കാർബൺ കോമ്പൗണ്ട് എന്ന് പറയുന്നത് DHAP, ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ചബിൾ ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്നുള്ള എല്ലാവരും 2 മോളിക്യൂൾസ് ആവുന്നതായിരിക്കും നമ്മൾ പറയാം. ഇതുവരെ 1 മോളിക്യൂൾ ആയിരുന്നു. ഇനി ഇവിടെ മുതൽ എന്ത് ചെയ്തു? ഒരു 6 കാർബൺ കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്ത് 3 കാർബൺ കോമ്പൗണ്ട്സ് ആയി. അപ്പൊ ഇനി എല്ലാം 2 മോളിക്യൂൾസ് ആയി. കണ്ടോ? എല്ലായിടത്തും 2 into എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? പറ വേഗം പറ. 2 കാർബൺ എഴുതിയിട്ടുണ്ടാവും. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്, ആൽഡിഹൈഡ് ആസിഡായി. ഓക്കെ, സി ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്നുള്ളത് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയി. ഞാൻ ഓർത്ത് ഓക്സിഡേഷൻ ആണ് നടന്നതെന്നുള്ളത് ഓർത്തൊക്കെ ഞാൻ പറയാം. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CHO അല്ലേ? CHO അല്ലേ ആൽഡിഹൈഡ്? ആസിഡ് നിങ്ങൾ ഇങ്ങനെ എഴുതാ COOH, ശരിയല്ലേ? അപ്പൊ ഒരു ഓക്സിജൻ കൂടിയില്ലേ? ഇപ്പൊ ഒരു ഓക്സിഡേഷൻ നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഓർത്തു വെച്ചുകൂടെ അങ്ങനെ എളുപ്പത്തില്? ഇനി ഓക്സിഡേഷൻ നടക്കുമ്പോ ഇനി ഞാൻ വേറെ രീതിയിലും കൂടി പറയാം. ഒരാൾക്ക് ഓക്സിഡേഷൻ നടക്കുമ്പോ വേറെ ആൾക്ക് റിഡക്ഷൻ നടക്കുന്നുണ്ടാവും കപ്പിൾ ചെയ്തിട്ട്. കണ്ടോ? ഇവിടെ അങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്നത് ആരാ? ഓക്സിഡേഷൻ ചെയ്തു കൊടുക്കാൻ വരുന്നത് ആരാ? NAD എന്ന് പറയുന്ന ആള്. ശ്രദ്ധിക്കുക, NADP അല്ല. NADP ഫോട്ടോസിന്തസിസിലായിരുന്നു. റെസ്പിറേഷനില് കാറ്റബോളിസത്തിൽ വരുന്നത് NAD ആണ്. NAD റെഡ്യൂസ് ചെയ്ത് NADH H+ ആയിട്ട് മാറും. കണ്ടോ? ഓക്കെ, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആണ് അടുത്ത്. ഇനി 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയി. ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ എത്ര ഫോസ്ഫേറ്റ് ഗ്രൂപ്പേ ഉള്ളൂ? ഇതില് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പേ ഉള്ളൂ. അപ്പൊ ബാക്കി ഒരെണ്ണം എവിടെ പോയി? ബാക്കി ഒരെണ്ണം ADPക്ക് കൊടുത്തു. അങ്ങനെ ADP എന്ന് പറയുന്നത് എന്തായി? ATP ആയി. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ ഇവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞൂടെ? സോ അതൊരു എനർജി yielding സ്റ്റെപ്പ് ആണെന്ന് പറഞ്ഞൂടെ? നോക്കിയോക്കെ, കൺവേർഷൻ ഓഫ് ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് BPGA to 3 phosphoglyceric acid is an energy yielding process. കാരണം ഇവിടെ 2 ഫോസ്ഫേറ്റ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഫോസ്ഫേറ്റേ ഉള്ളൂ. ബാക്കി ഫോസ്ഫേറ്റ് എവിടെ പോയി? ADPയിലോട്ട് പോയി. അങ്ങനെ ADP ATP ആയി. സോ ദാറ്റ് ഇസ് an energy yielding process. ഇനി വീണ്ടും ഒരു റീഅറേഞ്ച്മെന്റ് നടന്ന് 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്നുള്ളത് 2 ഫോസ്ഫോ ആയി. എന്താ ഉദ്ദേശിക്കുന്നത്? മൂന്നാമത്തെ പൊസിഷനിൽ ഇരുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ എടുത്ത് സെക്കൻഡ് പൊസിഷനിലോട്ട് കൊടുത്തു. 2 ഫോസ്ഫോഗ്ലിസറേറ്റ് പിന്നെ ഫോസ്ഫൈനോൾ പൈറുവേറ്റ് ആയി. ഫോസ്ഫൈനോൾ പൈറുവേറ്റ് പൈറുവേറ്റ് ആയി. ഇവിടെ നോക്കിയോക്കെ, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ്, ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. പൈറുവിക് ആസിഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇല്ല. അപ്പൊ ബാക്കി ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എവിടെ പോയി? ADPയിലോട്ട് പോയി. അവിടെയും എന്തുണ്ടായി? ATP ഉണ്ടായി. ശരിയല്ലേ? അപ്പൊ 2 സ്റ്റെപ്പില് ATP കൺസ്യൂം ചെയ്തു. എവിടെയൊക്കെയാണ്? ഇവിടെയും കൺസ്യൂം ചെയ്തു, ഇവിടെയും കൺസ്യൂം ചെയ്തു. 2 സ്റ്റെപ്പിൽ ATP ഉണ്ടായി ഡയറക്റ്റ് ആയിട്ട്. എവിടെയൊക്കെയാണ്? ഇവിടെയും ഇവിടെയും. ഈ ഓപ്ഷനില് എനർജി yielding പ്രോസസ് ഏതാണ്, എനർജി കൺസ്യൂമിങ് പ്രോസസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഓപ്ഷനിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞത്. അതായത് 2 ഫോസ്ഫേറ്റ് ഉള്ളത് ഒറ്റ ഫോസ്ഫേറ്റ് ഉള്ള ഒരു കെമിക്കൽ ആയിട്ട് മാറി കഴിഞ്ഞാൽ ബാക്കി ഫോസ്ഫേറ്റ് എവിടെ പോയി? ADPയിലോട്ട് പോയി എന്ന് ഓർത്ത് വെക്കാം. മനസ്സിലായോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഇനി നിങ്ങളോട് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ് നെറ്റ് ഗെയിൻ ഓഫ് ATP പറയാൻ. നെറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എത്ര ഉണ്ടായി, അതിന് എത്ര കൺസ്യൂം ചെയ്തു, ബാക്കിയുള്ളതാണ് നെറ്റ് എന്ന് പറയുമ്പോൾ. ടോട്ടൽ എത്ര ഉണ്ടായെന്ന് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കണക്കായിരിക്കും, ഒരു നമ്പർ ഉണ്ടായിരിക്കും. നെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എത്ര ഉണ്ടാക്കി, അതിൽ നിന്ന് എത്ര കൺസ്യൂം ചെയ്തു, അത് മൈനസ് ചെയ്ത് പറയണം. ഞാൻ ഈ എഴുതിയിരിക്കുന്നത് ക്ലിയർ ആണോ നോക്കിയൊക്കെ. നെറ്റ് ഗെയിൻ ടോട്ടൽ 4 ATP ഉണ്ടായെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, ശരിയാണോ? എവിടെയൊക്കെയാണ് ATP ഉണ്ടാകുന്നത് അതൊന്ന് പറഞ്ഞേ. ഇവിടെ ഒരു ATP ഉണ്ടാകുന്നുണ്ട്, ഇവിടെ ഒരു ATP ഉണ്ട്. ഞാൻ 2 എന്ന് എഴുതാണ്ട് ഞാൻ 4 എന്നാണ് എഴുതിയത്. വാട്ട് വിൽ ബി ദ റീസൺ? റീസൺ പറ. എനിക്ക് അതാണ് സൗകര്യം, അതുകൊണ്ടാണോ? അല്ലെങ്കിൽ കുറച്ച് ATP കുറച്ച് കൂടുതൽ കിടക്കട്ടെ, അതാണോ എന്റെ ഉദ്ദേശം? അതൊന്നും അല്ലല്ലോ. സി ഇവിടെ മുതലെല്ലാം എത്ര മോളിക്യൂൾ ആണെന്ന് ആലോചിച്ച് നോക്കിയേ.
2 മോളിക്യൂൾസ് അല്ലേ? ആ, ഒരു 1,3 ബിസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഒരു ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആവുമ്പോ ഒരു ATP. പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഇവിടെയൊക്കെ എത്ര എണ്ണം വെച്ചിട്ടാണുള്ളത്? മോളിക്യൂൾസ്. അപ്പൊ നമ്മൾ എല്ലായിടത്തും ഇൻറ്റു 2 ചെയ്യണ്ടേ? ഇവിടെ ഇൻറ്റു 2 ചെയ്യണ്ടേ? ഇവിടെയും ഇൻറ്റു 2 ചെയ്യണ്ടേ? അപ്പൊ എത്രയായി? 2 + 2 എത്രയായി? 4 ആയില്ലേ? ആ, ഇവിടെ എത്ര ATP കൺസ്യൂം ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അത് ഇൻറ്റു 2 ചെയ്യേണ്ട കാര്യമില്ല. അവിടെ 2 മോളിക്യൂൾസ് ഇല്ലല്ലോ. ഇല്ലല്ലോ. ഇല്ല, 1 മോളിക്യൂൾ. അപ്പൊ നെറ്റ് ATP എത്രയായി? 4 - 2 2 ATP. ക്ലിയർ ആണോ? നിങ്ങൾ പഠിക്കുമ്പോഴും ഇങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ. എന്താണ്, എവിടെയൊക്കെയാണ് എനർജി കൺസ്യൂം ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് എനർജി ഈൽഡ് ചെയ്യുന്നത്, അത് ഓപ്ഷനിൽ നിന്നും കണ്ട് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഫോസ്ഫേറ്റ് എവിടെ പോയി, അത് ADP-ലോട്ട് പോയി. ഈ പുതിയൊരു ഫോസ്ഫേറ്റ് എവിടെ നിന്ന് വന്നു, അത് ATP-യിൽ നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ടുണ്ടായ പ്രൊഡക്റ്റ് എന്താണ്? കഴിഞ്ഞിട്ടില്ല, എനർജി പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടില്ല. ആകെ 2 ATP വെച്ച് എന്ത് ചെയ്യാനാ? മനസ്സിലായോ? ആവശ്യത്തിന് എനർജി കിട്ടിയോ? ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്താൽ മാത്രമേ ഗ്ലൂക്കോസിലുള്ള കംപ്ലീറ്റ് എനർജി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്ലാന്റ്സിന്. നമ്മുടെ കാര്യം അത് തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോ പഠിക്കുന്ന പ്ലാന്റിന്റെ ആയതുകൊണ്ട് അങ്ങനെ പറയാം. വാട്ട് വിൽ ഹാപ്പൻ ടു ദ പൈറുവിക് ആസിഡ്? ഈ പൈറുവിക് ആസിഡ് ഇപ്പൊ എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? സൈറ്റോപ്ലാസ്റ്റിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ പൈറുവിക് ആസിഡിന് എന്ത് പറ്റും? അതിന്റെ ഫ്യൂച്ചർ എന്താണ്? 3 ഫ്യൂച്ചർ ആണ് അതിനുള്ളത്. ഒന്നുകിൽ അതിനെ ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷനിലോട്ട് പോവാം, അല്ലെങ്കിൽ ആൽക്കഹോളിക് ഫെർമെന്റേഷനിലോട്ട് പോവാം. ഇനി അതും അല്ലെങ്കിൽ കുറച്ചും കൂടി ഹൈടെക് ആയിട്ടുള്ള എയറോബിക് റെസ്പിറേഷൻ അഥവാ ക്രബ് സൈക്കിളിലോട്ടേക്ക് പോവാം. ക്ലിയർ ആണോ? പൈറുവിക് ആസിഡ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, അത് എല്ലാവർക്കും നടക്കും. ഗ്ലൈക്കോളിസിസിൽ പാർഷ്യൽ ഓക്സിഡേഷനേ നടക്കുന്നുള്ളൂ. ആകെ 2 ATP ആണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിരിക്കും. ഒന്നുകിൽ അതിനെ ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷനിലോട്ട് പോവാം, ആൽക്കഹോളിക് ഫെർമെന്റേഷനിലോട്ട് പോവാം, അല്ലെങ്കിൽ ക്രബ് സൈക്കിളിലോട്ട് പോവാം. ഇതെല്ലാം ഓരോ സെല്ലും ഓക്സിജന്റെ ആബ്സെൻസ് ആണോ ഓക്സിജൻ ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്സിജൻ ഇല്ലെങ്കിൽ, അനറോബിക് കണ്ടീഷൻ ആണെങ്കിൽ വേറെ ഒരു നിവൃത്തിയില്ല, അത് എന്തിനോട്ട് പോവും? ഫെർമെന്റേഷനിലോട്ട് പോവും. ശരിയല്ലേ? ശരിയല്ലേ? അനറോബിക് കണ്ടീഷൻ ആണെങ്കിൽ അതിന് ഫെർമെന്റേഷനേ നടക്കുള്ളൂ. ഓക്സിജൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏതിലോട്ട് പോവും? എയറോബിക് റെസ്പിറേഷനിലോട്ട് പോവും. ശരിയാണോ? ആദ്യം ഫെർമെന്റേഷൻ നോക്കാം. ഫെർമെന്റേഷനിലും എന്താണ്? ഗ്ലൂക്കോസിന്റെ ആ ഗ്ലൈക്കോളിസിസ് ആണ് അവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത്. അപ്പോ ഗ്ലൂക്കോസിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഒന്നും നടക്കില്ല, ഇൻകംപ്ലീറ്റ് ആണ്, അനറോബിക് കണ്ടീഷനിലാണ് നടക്കുന്നത്. പ്രോകാരിയോട്സിലും ചില യൂണിസെല്ലാർ യൂക്കാരിയോട്സ്, നമ്മുടെ ഈസ്റ്റ് എത്തനോൾ പ്രൊഡക്ഷൻ നമുക്കറിയാലോ, അവരിലൊക്കെ നടക്കും. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കുന്ന ഈസ്റ്റിലും ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ നടക്കുന്ന ചില ബാക്ടീരിയയിലും നമ്മുടെ മസിൽ സെൽസിലൊക്കെ എക്സസൈസ് നടക്കുമ്പോൾ നമുക്കറിയാം ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ നടക്കുന്നുണ്ടെന്ന്. നിങ്ങളിപ്പോ ലോക്കോമോഷനിൽ പഠിക്കുന്നുണ്ടോ? വൈറ്റ് മസിൽസ് ഒക്കെ അല്ലേ? ഓക്കെ. അടുത്തത് ഫെർമെന്റേഷൻ നോക്കുക കേട്ടോ. ഫെർമെന്റേഷൻ ഈ എന്താണ് പാത്വേ നോക്കുക. എന്റെ പെൻ, സോറി. ഇത്രയും പോർഷൻ ഇല്ലേ, ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് വരുന്നത് വരെ ഇത്രയും സ്റ്റെപ്പ് നമ്മുടെ ഗ്ലൈക്കോളിസിസ് ആണ് കേട്ടോ. ഈ പറയുന്നത് എന്താണെന്നറിയോ? ഗ്ലൈക്കോളിസിസിന് തന്നെയാണ്, അതിന്റെ ഒരു ഔട്ട്ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ശരിയല്ലേ? ഗ്ലൂക്കോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പൈറുവിക് ആസിഡിൽ ചെന്ന് അവസാനിച്ചു. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ. ഇനി ഈ പൈറുവിക് ആസിഡ്, ഈ NAD-നെയൊക്കെ നോക്കി വെച്ചോ. NAD വളരെ ആവശ്യമുള്ള ആളാണ് കേട്ടോ. NAD, ഈ NAD, ഈ ആൽഡിഹൈഡ്, ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആവുന്ന 1,3 ബിസ് ഫോസ്ഫോഗ്ലിസറിക് ആവുന്നിടത്ത് വേറൊരാൾക്ക് റിഡക്ഷൻ വന്നിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. അതെ, NAD ആണ്, NADH H+ ആവുന്നത്. പൈറുവിക് ആസിഡിന്റെ ഫേറ്റ് ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ ആണെങ്കിൽ പൈറുവിക് ആസിഡ് റെഡ്യൂസ് ചെയ്ത് ലാക്ടിക് ആസിഡ് ആയിട്ട് മാറും. പൈറുവിക് ആസിഡ് ലാക്ടിക് ആസിഡ് ആയിട്ട് മാറുന്നതാണ് ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ. പൈറുവിക് ആസിഡിന് അവിടെ സംഭവിക്കുന്നത് റിഡക്ഷൻ ആണ്. പൈറുവിക് ആസിഡിന് റിഡക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ വേറൊരാൾക്ക് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. ശരിയല്ലേ? NADH ഓക്സിഡേഷൻ അല്ലേ സംഭവിക്കുന്നത്, H പോയിട്ട്. ശരിയല്ലേ? ഇനി എത്തനോൾ ഫെർമെന്റേഷൻ ആണെങ്കിൽ പൈറുവിക് ആസിഡ് 2 റിയാക്ഷൻസ് നടന്നിട്ട് എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും.
അവിടെയും ഓക്സിഡേഷൻ സംഭവിക്കുന്നത് NADH-ന്. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റില് ഈ ഫെർമെന്റേഷന് വേണ്ട എൻസൈമിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആൽക്കഹോളിക് ഫെർമെന്റേഷന് വേണ്ട 2 എൻസൈം വേണം. ഒന്ന് പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേസും ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസും. പൈറുവിക് ആസിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ കളയുന്ന ആള്. സോ കണ്ടോ, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കുമ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഈസ്റ്റിന്റെ ഫെർമെന്റേഷൻ നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ബബിൾ ഉണ്ടാവണു എന്നുള്ളത്. അത് കൂടാതെ എത്തനോളും ഉണ്ടാവുന്നുണ്ട്. ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ ആണെങ്കിൽ ലാക്ടിക് ആസിഡ് മാത്രമേ ഉള്ളൂ, കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല. ക്ലിയർ ആണോ? അവിടുത്തെ എൻസൈമിന്റെയും പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 2 റിയാക്ഷനിലും ഫെർമെന്റേഷൻ നടക്കുമ്പോൾ പൈറുവിക് ആസിഡിന് റിഡക്ഷൻ ആണ്, കൂടെ പാരലൽ ആയിട്ട് NADH എന്ന് പറയുന്ന ആൾക്ക് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഇറ്റ് വിൽ ബി റീഓക്സിഡൈസ് ടു NAD+ ഇൻ ബോത്ത് ദ പ്രോസസ്സസ്. ക്ലിയർ ആണോ? നമ്മൾ എന്താ പറഞ്ഞേ, നമ്മൾ എനർജി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. എനിവേസ് ഗ്ലൈക്കോളിസിസ് നടക്കണം. ഗ്ലൈക്കോളിസിസിൽ പാർഷ്യൽ ഓക്സിഡേഷനേ നടക്കുന്നുള്ളൂ ഗ്ലൂക്കോസിന്റെ. അത് പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? പൈറുവിക് ആസിഡ് എന്ത് പറ്റും? ഓക്സിജൻ ഇല്ലെങ്കിൽ ഫെർമെന്റേഷന് പോയേ പറ്റൂ. അതൊന്നുകിൽ ആൽക്കഹോൾ ഫെർമെന്റേഷൻ ആവാം, അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ ആവാം. ആൽക്കഹോൾ ഫെർമെന്റേഷൻ ആണെങ്കിൽ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും ആണ് പ്രൊഡക്റ്റ്. ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ ആണെങ്കിൽ ലാക്ടിക് ആസിഡ് മാത്രമാണ് പ്രൊഡക്റ്റ്. ക്ലിയർ ആണോ? ഇനി ഇവിടെ എത്ര എനർജി ഉണ്ടാവണമെന്ന് പറഞ്ഞേ. വളരെ കുറച്ച് എനർജിയെ ഫെർമെന്റേഷൻ വഴി റിലീസ് ആവുന്നുള്ളൂ. വളരെ കുറച്ച് എനർജി മാത്രമാണ് ഫെർമെന്റേഷൻ വഴി റിലീസ് ആവുള്ളൂ. ഇത് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എയറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ ഓക്സിജന്റെ പ്രസൻസിലാണ് ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഫെർമെന്റേഷനിൽ ആകെ ഉണ്ടാകാൻ പോകുന്നത് 2 ATP ആണ്. നമ്മൾ ഈ ഗ്ലൈക്കോളിസിസിൽ പറഞ്ഞിട്ടുള്ള 2 ATP ഇല്ലേ, ഗ്ലൈക്കോളിസിസിൽ പറഞ്ഞിട്ടുള്ള 2 ATP ഇല്ലേ, അതാണ് ആകെ ഉണ്ടാവുള്ളൂ. കാരണം ഈ സ്റ്റെപ്പിലൊന്നും വേറെ ATP പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല. ഓക്കെ, ഗ്ലൈക്കോളിസിസ് കിട്ടുന്ന ആകെ 2 ATP ആണ് ആകെ ഈൽഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്ലൂക്കോസിലുള്ള എനർജിയുടെ ലെസ് ദാൻ 7% മാത്രമേ എന്താവുന്നുള്ളൂ, റിലീസ് ആവുന്നുള്ളൂ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫെർമെന്റേഷൻ നടക്കുമ്പോൾ അത് ഏത് ഫെർമെന്റേഷൻ ആണെങ്കിലും ഗ്ലൂക്കോസിലുള്ള എനർജിയുടെ ലെസ് ദാൻ 7% മാത്രമേ എന്താവുന്നുള്ളൂ. Less than 7% of the energy in glucose is released, and not all of it is trapped as high energy bonds of ATP. അതായത് ഗ്ലൂക്കോസിലുള്ള എനർജി മാക്സിമം ഒന്നും കിട്ടുന്നില്ല, ആകെ 7%-ൽ താഴെ മാത്രമേ ഫെർമെന്റേഷൻ വഴി നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ ഇനി അടുത്തതിലോട്ട് പോവാണ്, എയറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. ഓക്കെ, നല്ല രീതിയിൽ എനർജി റിലീസ് ആവും. ഇവിടെ ഗ്ലൂക്കോസിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ് നടക്കാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വാട്ടറിന്റെയും പ്രൊഡക്ഷൻ ഒക്കെ വരാൻ പോകുന്നത്. ഇതെല്ലാം നടക്കാൻ പോകുന്നത് ഓക്സിജന്റെ പ്രസൻസിലാണ്. And that is why we call it as complete oxidation of എന്ത്, ഗ്ലൂക്കോസ്. ശരിയാണോ? ഇത്രയും മനസ്സിലായോ? എയറോബിക് റെസ്പിറേഷന് പറയുന്ന വേറെ പേരാണ് ക്രബ് സൈക്കിൾ കേട്ടോ. ഇനി അത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കാം. പൈറുവിക് ആസിഡ് ഉണ്ടായത് എവിടെയാ ഒന്ന് പറഞ്ഞേ. പൈറുവിക് ആസിഡ് ഉണ്ടായത് എവിടെയാ? പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നത് ഗ്ലൈക്കോളിസിസ് വഴിയാണ്. ഗ്ലൈക്കോളിസിസ് നടന്നത് എവിടെയാ? സൈറ്റോപ്ലാസ്റ്റിലല്ലേ? ശരിയല്ലേ? ഇനി സൈറ്റോപ്ലാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള പൈറുവേറ്റിനെ മൈറ്റോകോൺട്രിയയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം. കാരണം ബാക്കി നടക്കാൻ പോകുന്ന എല്ലാം എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലാണ്. ഓക്കെ, പൈറുവിക് ആസിഡിൽ എത്ര കാർബൺ ഉണ്ട്? പൈറുവിക് ആസിഡിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. ഈ 3 കാർബണിൽ നിന്നും ഹൈഡ്രജനെ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്ത് 3 കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറണം. മനസ്സിലായോ? ഈ പൈറുവിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ കോമ്പൗണ്ട് ആണ്. 3 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഈ 3 കാർബണേയും സ്പ്ലിറ്റ് ചെയ്ത് 3 കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റണം. ഹൈഡ്രജൻ എല്ലായിടത്തും കളയണം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യണം. ക്ലിയർ ആയോ? ഇതിന് ശേഷം നമ്മൾ ഫോട്ടോസിന്തസിസിൽ പഠിച്ച പോലെ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടും നടക്കണം, ഒരു കെമിയോസ്മോസിസും നടക്കണം. മനസ്സിലായോ? ക്ലിയർ ആയോ? ATP ഉണ്ടാക്കണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? ബൾക്ക് എമൗണ്ട് ATP വരണമെങ്കിൽ അവിടെ കെമിയോസ്മോസിസ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഉണ്ട്, അതും പഠിക്കണം. ഓക്കെ, ഇനി നോക്കാം പൈറുവേറ്റിന് എന്ത് സംഭവിക്കുന്നു. ഫസ്റ്റ്, എയറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ ഗ്ലൈക്കോളിസിസ് വഴി ഉണ്ടായിട്ടുള്ള പൈറുവേറ്റ് മോളിക്യൂളിന്
എന്ത് സംഭവിക്കുന്നു? ആദ്യം പൈറുവേറ്റിന് ഒരു ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. കഴിഞ്ഞ വർഷം മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു. ഈ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ചെയ്യുന്ന എൻസൈമിന്റെ പേര് ഏതാണ്? കഴിഞ്ഞ വർഷമായിരുന്നു, ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു കേട്ടോ. Pyruvate, what happens to the pyruvate after glycolysis in aerobic respiration? Pyruvate will be undergoing oxidative decarboxylation. Oxidative decarboxylation. അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാം. പൈറുവിക് ആസിഡിന് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഓക്സിഡേഷനും സംഭവിക്കുന്നുണ്ട്, ഡീകാർബോക്സിലേഷനും സംഭവിക്കുന്നുണ്ട്. ഡീകാർബോക്സിലേഷൻ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യും. കണ്ടോ, പൈറുവേറ്റില് 3 കാർബൺ ഉണ്ട്, അതിൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിമൂവ് ചെയ്തു. അതാണ് ഡീകാർബോക്സിലേഷൻ. അങ്ങനെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഏതാ നോക്കിയേ? അസറ്റൈൽ കോഎൻസൈം എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. ശരിയല്ലേ? ഒരു 3 കാർബണിൽ നിന്ന് ഒരു 1 കാർബണെ പുറത്തേക്കാക്കി. അപ്പൊ ബാക്കി വന്ന എത്ര? 2 കാർബൺ. ശരിയായോ? ശരിയാണോ? ഇനി ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. പൈറുവേറ്റിന് ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ അതിനെ ഓക്സിഡൈസ് ചെയ്യാൻ ഒരാൾ വേണ്ടേ? അതിന്റെ ഉള്ളിൽ നിന്ന് ഹൈഡ്രജനെ വാങ്ങിക്കാൻ ഒരാൾ വേണ്ടേ? അതാരാ നോക്കിയൊക്കെ? NAD+. NAD+ അപ്പൊ എന്താ സംഭവിക്കുന്നത്? റിഡക്ഷൻ. NAD-ലോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്ത് അത് എന്തായിട്ട് മാറുകയാണ്? NADH-ഉം H+ഉം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇവിടുത്തെ എൻസൈമിന്റെ പേരാണ് പൈറുവിക് ഡീഹൈഡ്രോജനേസ്. പൈറുവിക് ഡീഹൈഡ്രോജനേസ്. ക്ലിയർ ആണോ? During this process, 2 molecules of NADH are produced from the metabolism of 2 molecules of pyruvic acid. നീ എന്തുകൊണ്ട് ഇവിടെ 2 molecules എന്ന് പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞു നോക്കാം. നമ്മൾ തുടങ്ങിയത് എവിടുന്നാ? ഗ്ലൈക്കോളിസിസ് നാ. ഒരു ഗ്ലൂക്കോസിൽ നിന്നാണ് തുടങ്ങിയത്. ഒരു ഗ്ലൂക്കോസിൽ നിന്ന് എത്ര പൈറുവേറ്റ് ഉണ്ടായി? 2 പൈറുവേറ്റ് ഉണ്ടായി. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ എന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ 2 പൈറുവേറ്റ് വെച്ച് പറയണം. ഒരു പൈറുവേറ്റിന് ഒരു അസിറ്റൈൽ കോഎൻസൈമേ ആവുമ്പോ ഒരു NADH-ഉം ഒരു കാർബൺ ഡൈ ഓക്സൈഡും ആണെങ്കിൽ 2 പൈറുവേറ്റ് ആണെങ്കിൽ എത്രയായി? 2 molecules of NADH ആയി. ശരിയല്ലേ? ശരിയല്ലേ? ശരിയാണോ? ഇത് നടക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിന്റെ ഉള്ളിലാണ് കേട്ടോ. മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സ് ഒക്കെ ഏതാന്ന് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ ഒക്കെ അറിയാലോ. ഇതാണ് മൈറ്റോകോൺട്രിയയുടെ മൈറ്റോകോൺട്രിയ എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇനി പറയാൻ പോകുന്ന എയറോബിക് റെസ്പിറേഷൻ ഒക്കെ നടക്കാൻ പോകുന്നത്, മെട്രിക്സിൽ. ഓക്കെ. ഇനി വാട്ട് ഹാപ്പൻസ് ടു ദി അസറ്റൈൽ കോഎൻസൈം എ? ഇനി അസറ്റൈൽ കോഎൻസൈം എക്ക് എന്ത് പറ്റുന്നു എന്നുള്ളത്. അസറ്റൈൽ കോഎൻസൈം എക്ക് എന്ത് പറ്റുന്നു? അസറ്റൈൽ കോഎൻസൈം എ ഇത് നോക്കാട്ടോ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ഡയഗ്രാം ആണ്, സൈക്കിൾ ആണ്. ഇത് ഞാൻ വെറുതെ ഒരു ഔട്ട്ലൈൻ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടെക്സ്റ്റില് എല്ലാ പ്രൊഡക്റ്റും ഇന്റർമീഡിയറ്റും എഴുതിയിട്ടില്ല, പക്ഷെ തിയറിയിൽ എഴുതിയിട്ടുണ്ട്. സൈക്കിളിൽ എഴുതിയിട്ടില്ല, തിയറിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ സൈക്കിളും കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കി വെച്ചതാണ്. ഇതൊരു ഔട്ട്ലൈൻ ആണ്. ഇതാണ് ശരിക്കുള്ള TCA സൈക്കിൾ ആയിട്ട് നടക്കുന്ന TCA സൈക്കിൾ. ഇതിന് തന്നെയാണ് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിനെ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് അല്ലെങ്കിൽ ക്രബ് സൈക്കിൾ എന്ന് പറയും. ക്രബ് സൈക്കിൾ എന്ന് പറയാൻ കാരണം ക്രബ്സ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇത് ഫസ്റ്റ് എലിസിഡേറ്റ് ചെയ്തത്. ഇനി എങ്ങനെയാണ് സൈക്കിൾ തുടങ്ങുന്നതെന്ന് കാണാം. ഈ പൈറുവിക് ആസിഡ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടന്ന് അസറ്റൈൽ കോഎൻസൈം എ ആയി മാറി. ഈ അസറ്റൈൽ കോഎൻസൈം എ കണ്ടൻസ് ചെയ്യും. ആരുമായിട്ട്? ഓക്സാലോ അസറ്റേറ്റുമായിട്ട്. അപ്പൊ അസറ്റൈൽ കോഎൻസൈം എയും നമ്മുടെ ഓക്സാലോ അസറ്റേറ്റും കണ്ടൻസ് ചെയ്യും. അസറ്റൈൽ കോഎൻസൈം എ എന്ന് പറയുന്നതിൽ 2 കാർബൺ ആണ്. ഓക്സാലോ അസറ്റിക് ആസിഡിൽ 4 കാർബൺ ആണ്. നമ്മൾ C4 സൈക്കിൾ കണ്ടിരുന്നു. ഇവർ രണ്ടുപേരും കൂടി കണ്ടൻസ് ചെയ്ത് 6 കാർബൺ ആയിട്ടുള്ള സിട്രിക് ആസിഡ് ഫോം ചെയ്യും, സിട്രേറ്റ്. ഓക്കെ. ആ സിട്രേറ്റ് അതിനുശേഷം ഐസോസിട്രേറ്റ് ആയിട്ട് മാറും. ഐസോസിട്രേറ്റ് പിന്നെ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആവും. ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ദെൻ സക്സിനൈൽ കോഎൻസൈം എ ആവും. സക്സിനൈൽ കോഎൻസൈം എ സക്സിനേറ്റ് ആകുന്നു. സക്സിനേറ്റ് ഫ്യൂമറേറ്റ് ആവുന്നു. ഫ്യൂമറേറ്റ് മാലേറ്റ് ആകുന്നു. മാലേറ്റ് ഓക്സിഡേറ്റ് ആകുന്നു. വീണ്ടും അങ്ങനെ സൈക്കിള് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? സിട്രിക് ആസിഡ്, ഐസോസിട്രിക് ആസിഡ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആസിഡ്, സക്സിനൈൽ കോഎൻസൈം എ. 6. ഓക്കെ, ഞാൻ 6 എഴുതി. സിട്രിക് ആസിഡ്, സിട്രേറ്റ്, ഐസോസിട്രേറ്റ്, കീറ്റോ ഗ്ലൂട്ടറേറ്റ്, സക്സിനൈൽ കോഎൻസൈം എ.
പിന്നെ വരുന്നത് ആരൊക്കെയാ? സക്സിനേറ്റ്, ഫ്യൂമറേറ്റ്, മാലേറ്റ്, വീണ്ടും എന്താണ്? ഓക്സാലോ അസറ്റേറ്റ്. സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. 6SFMO, 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 citric acid, isocitric acid, ketoglutaric acid, succinyl coenzyme A, succinate, fumarate, malate, oxaloacetate. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട വേറൊരു കാര്യമാണ്, ക്രെബ് സൈക്കിൾ നടക്കുമ്പോൾ എവിടെയൊക്കെയാണ് NADH ഉണ്ടാകുന്നത്, എവിടെയൊക്കെയാണ് GTP ഉണ്ടാകുന്നത്, എവിടെയാണ് FADH2 ഉണ്ടാകുന്നത്. ഈ NADH, FADH2, GTP എന്നൊക്കെ പറയുന്നത് എനർജി ഉള്ള ചില കെമിക്കൽ മോളിക്യൂൾസ് ആണ്. ഇവരിൽ നിന്നൊക്കെ നമുക്ക് ATP ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ എവിടെ നിന്നൊക്കെ ATP ഉണ്ടാകുന്നു അല്ലെങ്കിൽ എവിടെയൊക്കെ ഇവരൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് പഠിച്ചു വെക്കണം. ഓർത്ത് വെക്ക, ഐസോസിട്രിക് ആസിഡ് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ആകുന്ന സ്റ്റെപ്പില്, ഐസോസിട്രേറ്റ് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ആകുന്ന സ്റ്റെപ്പ് ഏതാണ്? ഇതല്ലേ സ്റ്റെപ്പ്? ഇവിടെ ഒരു NADH ഉണ്ടാകുന്നുണ്ട്. തൊട്ടടുത്ത സ്റ്റെപ്പ് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് സക്സിനൈൽ കോഎൻസൈം എ ആകുന്നിടത്ത് ഒരു NADH ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മാലൈറ്റ് ഓക്സിലേറ്റ് ആവുന്നിടത്ത്, ഓക്സലോസ്റ്റിക് ആസിഡ് ആവുന്നിടത്ത് ഒരു NADH ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എത്ര NADH ഉണ്ടായി എന്ന് പറഞ്ഞേ? 3 NADH ഉണ്ടായി. ശരിയല്ലേ? ശരിയാണോ? ആ, എനിക്കിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ, കാരണം ഇത് ക്രാഷ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിരുന്നിട്ട് 1 by 1 ആയിട്ട് സമയമെടുത്ത് പറഞ്ഞു തരായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്ത് വെക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് നോട്ട് ചെയ്യണം. ഇപ്പൊ എവിടെയൊക്കെ NADH ഉണ്ടായി? 3 സ്ഥലത്ത് NADH ഉണ്ടാകുന്നുണ്ട് ഈ ക്രബ് സൈക്കിളിൽ മാത്രമായിട്ട്. ഇനി എത്ര ഭാഗങ്ങൾ FADH ഉണ്ടാകുന്നുണ്ട്? F ഉണ്ടാവുന്നിടത്താണ് FADH ഉണ്ടാവുന്നത്, ശരിയല്ലേ? ഫ്യൂമറേറ്റ് ആകുന്നിടത്ത്, സക്സിനേറ്റ് ഫ്യൂമറേറ്റ് ആകുന്നിടത്ത് ഒരു FADH ഉണ്ടാകുന്നുണ്ട്, ശരിയല്ലേ? ഒരു FADH അല്ലേ? ഓക്കെ, എത്ര GTP ഉണ്ടാകുന്നുണ്ട്? എത്ര GTP? ഒരു GTP അല്ലേ ഉണ്ടാകുന്നത്? ഒരു GTP ഉണ്ടാകുന്നുണ്ട്. ഇനി ബാക്കി ഇവരിൽ നിന്ന് എങ്ങനെയാണ് എനർജി വരുന്നതെന്നൊക്കെ ഞാൻ നാളെ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ പറയട്ടെ, ഒരു NADH എന്ന് പറയുന്നത് 3 ATPക്ക് ഈക്വലന്റ് ആണ്. ഒരു NADH എന്ന് പറയുന്നത് 3 ATPക്ക് ഈക്വലന്റ് ആണ്. ഒരു FADH2 എന്ന് പറയുന്നത് 2 ATPക്ക് ഈക്വലന്റ് ആണ്. ഒരു മിനിറ്റ്, ഇത് വായിച്ചു നോക്കാം. ഒരു NADH എന്ന് പറയുന്നത് 3 ATPക്ക് ഈക്വലന്റ് ആണ്. ഒരു FADH2 എന്ന് പറയുന്നത് 2 ATPക്ക് ഈക്വലന്റ് ആണ്. ഒരു GTP എന്ന് പറയുന്നത് 1 ATPക്ക് ഈക്വലന്റ് ആണ്. ഒരു GTP 1 ATPക്ക് ഈക്വലന്റ് ആണ്. ഇനി ഇവരിൽ നിന്നൊക്കെ എങ്ങനെയാണ് ATP ഉണ്ടാകണേ എന്നുള്ളത് ഞാൻ നാളെ പറഞ്ഞു തരാം. ഇനി എനർജി കാൽക്കുലേഷൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ നാളേക്ക് നോക്കി നോക്കിയിട്ട് ആ ടാലി ശരിയാവുന്നുണ്ടോ നോക്കാം. ഈ ക്രബ് സൈക്കിളും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത് നടക്കാൻ പോകുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആണ്. ഓക്കെ, ഇപ്പൊ ടോട്ടൽ എയറോബിക് റെസ്പിറേഷനിൽ നിന്ന് എത്ര ATP ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 38 ATP ഉണ്ടാവുന്നുണ്ട്. 38. ഞാൻ ആ പിങ്ക് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? 38 ATP ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഫെർമെന്റേഷൻ ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ആകെ 2 ATP ഉള്ളൂ. അത് ഈ പറഞ്ഞത് എവിടുന്ന് വരുന്ന ഗ്ലൈക്കോളിസിസ് വരുന്നതാണ്. നേരെ മറിച്ച് എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ 38 ATP മോളിക്യൂൾ ഉണ്ടാവും. ഇതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കിയേ. ഒന്നുകിൽ നിങ്ങൾ ഇതിപ്പോ എഴുതിയെടുത്തോ, അല്ലെങ്കിൽ നാളെ നിങ്ങൾ ചെയ്തിട്ട് വാ എത്ര ATP ഉണ്ടാവുന്നുണ്ടെന്നുള്ളത്. ഗ്ലൈക്കോളിസിസ് ഞാൻ എത്ര ATP എഴുതിയിരിക്കുന്നത് നോക്കിയേ, 8 ATP എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ ഇവിടെ വന്നപ്പോ 8 ATP ചെയ്ത്? നമ്മൾ അവിടെ എത്ര ATP പറഞ്ഞത്? ഞാൻ അവിടെ എത്ര ATP പറഞ്ഞത്? 2 ATP അല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ? ഇവിടെ നമ്മൾ എഴുതിയത് 2 അല്ലേ? 4 - 2 2. പിന്നെ അതെങ്ങനെ ഇവിടെ 8 ആയത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ 8 ആവാൻ കാരണം എന്താണെന്നറിയോ? എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ, കംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണെങ്കിൽ ദാ ഇവിടെ ഉണ്ടാകുന്ന NADH കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ ഉണ്ടാകുന്ന NADH കണ്ടോ? ഇവിടെ എത്ര NADH ഉണ്ടാകുന്നുണ്ട്? ഒരു ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റിന് ഒരു NADH. അപ്പൊ 2 ഗ്ലിസറാൽഡിഹൈഡ് ഫോസ്ഫേറ്റിന് എത്ര NADH ഉണ്ടായിണ്ടാവും? എത്ര ഉണ്ടായിണ്ടാവും?
രണ്ടെണ്ണം ഉണ്ടാവില്ലേ? ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇതൊന്ന് എഴുതിയെടുക്കാൻ പറ്റുവാണെങ്കിൽ എഴുതിയെടുക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക എത്ര ATP ഉണ്ടാവുന്നുണ്ടെന്ന്, എങ്ങനെ 38 ATP ആവും എന്നുള്ളത്. ബാക്കി ഞാൻ നാളെ എടുക്കാം. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, നാളെ അടുത്ത ചാപ്റ്റർ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററും കൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഫുൾ തിയറി ആണ്, ഇതുപോലത്തെ കാൽക്കുലേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. റെസ്പിറേഷൻ ആക്ച്വലി ഈ ഒരു കാര്യങ്ങളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേഷൻ കഴിയും. ഓക്കെ, സോ ഇനി നാളെ എടുക്കാം. ഒന്ന് വായിക്കുക കേട്ടോ, എന്താണ് ഈ റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ് ഒന്ന് വായിക്കാം, എങ്ങനെയാണ് 38 ATP വരുന്നത് എന്നുള്ളത്. നാളെ എടുക്കാം. ഓക്കെ, താങ്ക് യു.